നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കാലം ചൂട് പിടിക്കുമ്പോൾ പോരാട്ടത്തിന്റെ വേദിയും മാറിയിരിക്കുകയാണ്. ഇനി പോസ്റ്ററുകൾ മാത്രമല്ല, സ്ക്രീനുകളിലും സ്ഥാനാർത്ഥികൾ തന്നെ. മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പര്യടനം ആരംഭിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം തീപിടിച്ച പോലെ പടരുകയാണ്. യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രചാരണ തന്ത്രവും ഒന്ന് മാറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ത്രെഡ്സ് അങ്ങനെ എല്ലായിടത്തും ഒരേ സമയം സാന്നിധ്യം ഉറപ്പാക്കുകയാണ് ഇത്തവണ സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. ഇനി ഓരോ പോസ്റ്റും ഒരു പ്രചരണ ആയുധമാണ്. മുൻകാലങ്ങളിൽ വീടുകൾ കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥികൾ ഇന്നൊരു വീഡിയോയിലൂടെ നൂറുകണക്കിന് ആളുകളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഒരു റീല്, ഒരു ലൈവ്, ഒരു പോസ്റ്റ്. മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി വൈറൽ. സ്ഥാനാർത്ഥിയെ ലോകമറിയും. സ്ഥാനാർത്ഥിയുടെ ഓരോ ചലനവും ഇപ്പോൾ കണ്ടന്റാണ്. ആരാധനാലയ സന്ദർശനമോ റോഡ് ഷോയോ സാധാരണ നിമിഷങ്ങളോ അങ്ങനെയെല്ലാം ക്യാമറയിൽ പകർത്തി വോട്ടർമാരിലേക്ക് എത്തിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരെന്നല്ലേ? ഇതിന് പിന്നിൽ PR ടീമുകളാണ്. 5 മുതൽ 10 പേരടങ്ങുന്ന സംഘങ്ങൾ സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നു. ഓരോ പോസ്റ്റും, ഓരോ ക്യാപ്ഷനും, ഓരോ പ്രതികരണവും വരെ കൃത്യമായ തന്ത്രത്തിന്റെ ഭാഗമാണ്. വാട്സപ്പ് ഗ്രൂപ്പുകൾ മുതൽ വൈറൽ റീലുകൾ വരെ പ്രചാരണത്തിന്റെ പുതിയ മുഖമാണ്. സൈബർ ലോകം ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘടകമായി തന്നെ മാറിയിരിക്കുന്നുവെന്ന് നമുക്ക് പറയാം. വികസന നേട്ടങ്ങൾ മുതൽ വാഗ്ദാനങ്ങൾ വരെ എല്ലാം പൂർണ്ണമായി ഡിജിറ്റലൈസ്ഡ് ആയിരിക്കുന്നു.